CPIM അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി പ്രമോദ് കോട്ടൂളി. താൻ ആരെയും ചതിക്കാത്തതുകൊണ്ട് മറ്റുള്ള ചതിയന്മാരെ മനസ്സിലാക്കാൻ പറ്റിയില്ല. ചതിയന്മാരെ നിയമത്തിന് മുൻപിൽ എത്തിക്കണം. വലിയ സാമ്പത്തിക ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കാര്യമാണ് നടന്നത്. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇന്ന് തന്നെ പരാതി നൽകുമെന്നും പ്രമോദ് കോട്ടൂളി പറഞ്ഞു. നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി അതിൻ്റെ വക്കീലുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായ ഒരു വലിയ സാമ്പത്തിക ഗൂഢാലോചനയല്ലേ, ആ ഗൂഢാലോചനയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് വക്കീലുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി പോവുകയാണ് ഞാൻ. അത് അതിന് കുറേ സമയമെടുക്കും. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന അത്രയും വലിയ ശക്തികളുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണ്ടേ. ഞാനാരും ചതിക്കാത്തത് കൊണ്ട് മറ്റേ ചതിയന്മാരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. ലിനറ്റ് വർഗീസിന്റെ വിശദാംശങ്ങളുമായി. ലിനറ്റ്, വലിയ സാമ്പത്തിക ഗൂഢാലോചനയാണ് എന്നാണ് പ്രമോദ് കോട്ടൂളി ഇപ്പോൾ ആരോപിക്കുന്നത്. എത്തരത്തിലുള്ള നിയമ നടപടിക്കാണ് പ്രമോദ് ഒരുങ്ങുന്നത്? പ്രമോദ് കോട്ടൂളി ഇന്ന് വക്കീലിനെ കാണുകയും ഇന്ന് ഉച്ചയോടുകൂടി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുമെന്നാണ് ഇന്ന് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്നുമാണ് പ്രമോദ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, താൻ ആരെയും ചതിച്ചിട്ടില്ലാത്തതുകൊണ്ട് മറ്റുള്ളവർ ചതിയന്മാരെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നും അതേപോലെ തന്നെ അതിനുവേണ്ടി തന്നെ മാക്സിമം ട്രൈ ചെയ്യും എന്ന് തന്നെയാണ് പ്രമോദ് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ചതിയന്മാരെ നിയമത്തിന് മുമ്പിൽ എത്തിക്കണമെന്ന് തന്നെ ഉറച്ച തീരുമാനവുമായി മുന്നോട്ട് പോകാനാണ് പ്രമോദ് കോട്ടൂളി തീരുമാനിച്ചിരിക്കുന്നത്. ആതിര. ശരി, ഇപ്പോൾ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് പ്രമോദ് കോട്ടൂളി. വലിയ സാമ്പത്തിക ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് പ്രമോദ് കോട്ടൂളി പറയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ലിനറ്റ് വർഗീസ്.